ഹരി ഓം. ഇനി നമ്മളുടെ ആ 10-ാം അധ്യായം, ദേവി മഹാത്മ്യത്തിലെ 10-ാം അധ്യായം സമർപ്പണം, അതിൻ്റെ കിളിപ്പാട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. കിളിപ്പാട്ട് കേൾക്കാം. ദേവി മഹാത്മ്യം 10-ാം അധ്യായം കിളിപ്പാട്ട്. ഓം ഹരിശ്രീ ഗണപതയെ നമഃ. വിഘ്നമസ്തു. തമ്പി നിശുംഭൻ മരിച്ചതും തന്നെ വൻപടയൊക്കെ മുടിഞ്ഞതും കണ്ടപ്പോൾ, അതായത് 9-ാം അധ്യായത്തിൽ ദേവസൈന്യങ്ങളെല്ലാം ഒടുങ്ങി ആ നിശുംഭനെയും കൊന്നു ദേവി. അത് കണ്ടിട്ട് ആ തമ്പിയായ നിശുംഭൻ മരിച്ചത് കണ്ടിട്ടെന്നാണ് തുടങ്ങിയിരിക്കുന്നത്. തമ്പി നിശുംഭൻ മരിച്ചതും തന്നെ വൻപടയൊക്കെ മുടിഞ്ഞതും കണ്ടപ്പോൾ, ശുംഭനും കോപിച്ചു ചൊല്ലിനാൻ, എന്തൊരു വൻപു നിനക്കിതുകൊണ്ടു ലഭിച്ചതോ? മറ്റു കണ്ടോരുടെ ശക്തി കൊണ്ടല്ലയോ മുറ്റും എന്നോട് ഗർവിക്കുന്നതു ഷഠേ എന്നതു കേട്ടരുൾ ചെയ്തിതു ദേവിയും, എന്നുടെ ശക്തി നീ എന്തറിഞ്ഞു? കല എന്ന് പറഞ്ഞാൽ ദുഷ്ട. ഞാനൊഴിഞ്ഞാരുള്ളി ത്രിലോകത്തിങ്കലോ മൂന്നാം ഒഴിഞ്ഞില്ല രണ്ടാമതാരുമേ. എങ്കിലോ കണ്ടുകൊണ്ടാലും ഇപ്പോൾ ഭവാൻ എങ്കൽ പ്രവേശിക്കും എൻ്റെ വിഭൂതികൾ. ബ്രഹ്മാണിയാദിയാം ദേവിമാരോ അന്നേരം 50 വക്ഷോജമധ്യേ ലയിച്ചിതോ. കേവലയാകിയ ദേവിയും അന്നേരം ദേവകുലാരി തന്നോടരുളി ചെയ്തു, ഇപ്പോൾ ഒരുത്തി ഞാനേയുള്ളൂ, നോക്കു നീ കൽപ്പോടു പോരിനു നില്ലുന്നില്ലാകിലോ എന്നരുൾ ചെയ്തൊരു ദേവിയോടന്നേരം നന്നായി അണഞ്ഞു പോർ ചെയ്തിതു ശുംഭനും. ദേവാസുരാദികൾ കാണവേ തങ്ങളിൽ ആവോളവും ബാണവർഷം തുടങ്ങിനാർ. ശുംഭൻ പ്രയോഗിച്ച ബാണങ്ങളൊക്കെയും അംബിക ബാണങ്ങൾ കൊണ്ടു മുറിക്കയും, അംബിക താൻ പ്രയോഗിക്കുന്ന ബാണങ്ങൾ ശുംഭനും അവണ്ണമേ മുറിച്ചിടിനാൻ. ദാരുണമായി സർവലോക ഭയങ്കരം ഘോരമായി നിന്നു പൊരുതാർ പരസ്പരം. ദിവ്യാസ്ത്ര സഞ്ചയം അന്യോന്യം ഓരോന്നും ദിവ്യാസ്ത്ര സഞ്ചയം കൊണ്ടു തടുക്കയും, ആയോധനം തമ്മിലൊപ്പമായി ചെയ്തതു ചെയ്ത 1000 ദിവ്യ സംവത്സരം ചെന്നിതു. ആയോധനം തമ്മിലൊപ്പമായി ചെയ്ത 1000 ദിവ്യ സംവത്സരം ചെന്നിതു. ദിവ്യവിമാനങ്ങൾ തോറും മരുവിന ദിവ്യമുനികളും ദേവകളുമെല്ലാം തങ്ങളിൽ യുദ്ധം പറയുന്നു. സങ്കരം ഇങ്ങനെ പണ്ടു കണ്ടിട്ടില്ല. മേലിൽ ഈ വണ്ണമുണ്ടാകയുമില്ലിനി പൂർവദേവന്മാരിതെന്തൊരു വിസ്മയം. ഏവം അന്യോന്യം പറഞ്ഞു നിൽക്കും നേരം ദേവിയെ ബാണങ്ങൾ കൊണ്ടു മൂടിയിടിനാൻ. ചാപം മുറിച്ചു ശരങ്ങളാൽ ദേവിയും കോപേന ശക്തിയെടുത്താൻ അസുരനും. ശക്തി എന്ന് പറഞ്ഞ വേലാണ്. ചക്രേണ ശക്തിയെ ഛേദിച്ച് തമ്പയും ഖഡ്ഗവും ചർമ്മവും കൈക്കൊണ്ടതു നേരം ചണ്ഡികയോടങ്ങടുത്തിതു മുമ്പിനാൽ ഖണ്ഡിച്ചിതു ദേവി ഖഡ്ഗചർമ്മങ്ങളും. തേരും അശ്വങ്ങളും സൂതനും ചാപവും വേറായ നേരത്തു കോപിച്ചു ശുംഭനും. മുൽഗരം കൈക്കൊണ്ടെടുത്താൻ അതും അമ്പ തൽക്ഷണേ ഛേദിച്ചിതാശുശരങ്ങളാൽ. ദൈത്യാധിപൻ നിജമുഷ്ടി കൊണ്ട് അന്നേരം കാത്യായനീ ഹൃദയത്തിൽ പ്രയോഗിച്ചാൻ. ശുംഭനെ ദേവി ശൂലേന വക്ഷസ്ഥലേ വൻപോട് താടിച്ചിതേറ്റവനും വീണാൻ. ക്ഷിപ്രമുത്ഥായ ദൈത്യേന്ദ്രനും ദേവിയെ കൽപ്പോടെടുത്തുയർത്തിയിടിനാൻ അമ്പരെ. ശുംഭനും ദേവിയും അന്തരീക്ഷേ നിന്നു വൻപോട് ചെയ്തിതു യുദ്ധം ചിരകാലം. ആകുലമെന്നിയെ ശുംഭനെ കൈക്കൊണ്ടു വേഗാൽ ചുഴറ്റിയെറിഞ്ഞാൾ ധരാതലേ. പെട്ടെന്നെഴുന്നേറ്റു കോപിച്ചു ശുംഭനും മുഷ്ടിയും ഓങ്ങിയടുത്താൻ അതു നേരം. സത്വരം ശൂലേന വക്ഷസി ഭേദിച്ചു പൃഥ്വിയിലാശു പതിപ്പിച്ചിതമ്പയും. അദ്രിദീപാബ്ധികളോടും ജ്വലിച്ചതു പൃഥ്വിയിൽ ശുംഭൻ പതിച്ചതു കാരണം. ജീവിതം വേർപെട്ടു ശുംഭൻ പതിക്കയാൽ ദേവകളും പ്രസാദിച്ചു മുനികളും. ദിക്കുകളൊക്കെ പ്രസന്നമായി വന്നിതു പുഷ്കരാമാർഗെ തെളിഞ്ഞിതാദിത്യനും. പാടിത്തുടങ്ങിനാർ ഗന്ധർവ സംഘവും ആടിത്തുടങ്ങിനാർ അപ്സര സ്ത്രീകളും. ലോകത്രയത്തിങ്കലുള്ളവരൊക്കവേ ശോകമകന്നു തെളിഞ്ഞു വിളങ്ങിനാർ.
10 കഴിഞ്ഞിത് അധ്യായവും ഇങ്ങനെ ഭക്തിയോടെ കേട്ടുകൊള്ളുവിനിയും. ഇതുകൊണ്ട് തീർന്നില്ല. ഇനി 11-ാം അധ്യായത്തിൽ ദേവന്മാരെല്ലാം ആസുരനെയൊക്കെ കൊന്നതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ച് ദേവി സ്തുതി, നാരായണീ സ്തുതി ഉണ്ട് അടുത്ത അധ്യായത്തിൽ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. അതുവരേക്കും ഹരി ഓം. സകലം ശ്രീദേവി അർപ്പണമസ്തു. അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശമ്മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്യ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. ഭക്തിഹീനം ക്രിയാഹീനം ഭക്തിഹീനം ക്രിയാഹീനം മന്ത്രഹീനം സുരേശ്വരി. യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു മേ. അപരാധശതം കൃത്വാ ജഗദംബേജിതോച്ഛരേത്. യാഗതീം സമവാപ്നോതി നദാം ബ്രഹ്മാദയസുരാഹ. സാപരാധോസ്മി ശരണം പ്രാപ്തസ്ത്വാം ജഗദംബികേ. ഇദാനീമനുഗമ്യോഹം യഥേച്ഛസി തഥാ കുരു. അജ്ഞാനാദ് വിസ്മൃതേർഭാന്ധ്യായന്യൂനമധികം കൃതം തത്സർവം ക്ഷമ്യതാം ദേവി പ്രസീദ പരമേശ്വരി. കാമേശ്വരി ജഗന്മാതാ സച്ചിദാനന്ദ വിഗ്രഹേ. ഗ്രഹാണാർച്ചമിമാം വീഴ്ത്യാ പ്രസീദ പരമേശ്വരി. ഗുഹ്യാതിഗുഹ്യഗോപ്ത്രിത്വം ഗ്രഹാണാസ്മത്കൃതം ജപം സിദ്ധേർഭവതു മേ ദേവി ത്വത്പ്രസാദാൽ സുരേശ്വരി. ഓം ശ്രീ ദുർഗാർപ്പണമസ്തു. ഹരി ഓം.